ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ യൂണിവേഴ്സിറ്റി എൽജിഎസിനായിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ചെയ്തിരുന്നു. അതിനോടൊപ്പം പാരലൽ എന്ത് ചെയ്തു, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ കൊണ്ടുപോയി. ഇനി ഫിസിക്സ് ആണ്, ഫിസിക്സും കെമിസ്ട്രിയും എടുത്തില്ലല്ലോ എന്നൊക്കെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. നോക്കൂ, ഫിസിക്സും കെമിസ്ട്രിയും എന്ന് പറയുന്നത് രണ്ടും ചേർന്നിട്ട് നമുക്ക് എത്ര മാർക്കാണ്? 5 മാർക്കാണ് അല്ലേ? 5 മാർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് എടുത്തത്. പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന പോയിന്റ്സ് മാത്രം പഠിച്ചു പോയാൽ മതി. അത് SCERT പാഠഭാഗം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കുറേ ക്ലാസ്സുകൾ ഞാൻ നേരത്തെ തന്നെ ഫിസിക്സ് SCERT പാഠഭാഗങ്ങൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ പറയുന്ന ഈ പ്ലേലിസ്റ്റിൽ, നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി എൽജിഎസിൻ്റെ പ്ലേലിസ്റ്റിലോട്ട് കണക്ട് ചെയ്ത് വെക്കാം. അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ടെലഗ്രാം ലിങ്കിൽ നമ്മൾ ഈ പ്ലേലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യാം? ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതുകൂടാതെ നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ക്ലാസ്സിന് ആകെ നമുക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്ലാസ് ചെയ്യും. കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും അല്ലേ? പരീക്ഷയ്ക്ക് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോ, എത്രത്തോളം വേണ്ട പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്ലാസ് ചെയ്യണോ അത്രയും ചെയ്യുന്നതായിരിക്കും. നിലവിൽ അത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ നല്ലൊരു സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ നമ്മൾ SCERT പാഠഭാഗം ഒരുപാട് ക്ലാസ്സുകൾ ഫിസിക്സ് കെമിസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ് ചെയ്തിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ കെമിസ്ട്രി ഫിസിക്സ് SCERT എന്നുള്ള ഒരു ഭാഗം എടുത്ത് നോക്കുക നമ്മുടെ ഇതിൽ, നമ്മുടെ ചാനലിൽ. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാനിനി നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന 40 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്ന 3 ചാപ്റ്റേഴ്സാണ്. ഏതൊക്കെയാണ്? പ്രകാശത്തിൻ്റെ പ്രതിപതനം, പിന്നെ അടുത്തൊരു ചാപ്റ്റർ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ പഠിക്കാനായിട്ട് പോകുന്നത് ഊർജ പരിപാലനം. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ പരീക്ഷയ്ക്ക് വരുന്ന പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം ഈ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ടോപ്പിക്സ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് വരാറുണ്ട് അല്ലേ? എന്താണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് 8ാം ക്ലാസ്സിൽ കിട്ടേണ്ട ഒരു ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ചാപ്റ്റേഴ്സ്, അതായത് നമുക്ക് എക്സാമിന് വേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ക്ലാസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, SCERT ക്ലാസ്. ഓക്കെ, അപ്പോൾ അത് കാണാനായിട്ട് ശ്രമിക്കുക, കേൾക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പരീക്ഷ അടുത്ത വേളയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാരി വലിച്ച് പരന്ന് പഠിക്കാനൊന്നും നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. പരീക്ഷയ്ക്ക് വരുന്ന പോയിന്റ്സ് മാത്രം പഠിക്കുക. എപ്പോഴും ചോദിക്കുന്നത് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വിട്ടുകളയാതെ അതിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഇനി ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. 10ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. മുന്നേ പറഞ്ഞിരുന്നു. എന്താണ്, നമ്മളിത് വാരി വലിച്ച് പഠിക്കാനായിട്ട് പോകുന്നില്ല, പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രമേ പഠിച്ചു പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്ന പ്രവർത്തനമാണ് പ്രതിപതനം. നമുക്കറിയാം പ്രതിപതനം എന്താണ്. ഒരു ബോൾ നമ്മളിപ്പോൾ ചുമരിലെറിഞ്ഞ് അത് അതേ ഡയറക്ഷനിൽ തന്നെ തിരിച്ച് നമ്മുടെ കയ്യിലെത്തും അല്ലേ? അതിനെ പറയുന്ന പേരാണ് എന്ത്? പ്രതിപതനം. അപ്പോൾ ഒരു വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശരശ്മികൾ അതുപോലെ പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, പ്രതിപതനം, പതനകോൺ, പ്രതിപതനകോണൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? പ്രകാശം പ്രതിപദിക്കുമ്പോൾ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. അപ്പം നമുക്കറിയാം, പ്രകാശം പ്രതിപദിക്കുമ്പോൾ പതനകോൺ എത്രയാണോ അത്രയും തന്നെയായിരിക്കും പ്രതിപതനകോൺ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടുകയാണ്, അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കോൺ ഇപ്പോൾ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന പ്രതിപതന കോണും എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അടുത്തത്, മിനുസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശം ക്രമരഹിതമായി പ്രതിപദിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് വിസരിത പ്രതിപതനം എന്നാണ്. ഇനി മിനുസമല്ല എങ്കിൽ, മിനുസമാണെങ്കിലാണ് എന്തുണ്ടാവുന്നത്? പ്രതിപതനവും പതനവും കോണുകൾ തുല്യമാവുന്നത്. അല്ല, മിനുസമല്ലാത്ത പ്രതലത്തിലാണ് പ്രകാശം പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ ക്രമരഹിതമായിട്ടുള്ള പ്രതിപതനമായിരിക്കും സംഭവിക്കുക. അപ്പോൾ അത്തരം പ്രതിപതനം അറിയപ്പെടുന്നതാണ് എന്ത്? വിസരിത പ്രതിപതനം. ഇനി അടുത്തത് തന്നിരിക്കുന്നു, നോക്കൂ. പ്രതിബിംബങ്ങളുടെ എണ്ണം 360/θ - 1
എന്താണ് പ്രതിബിംബങ്ങളുടെ എണ്ണം 360/θ-1. എന്താണ് പ്രതിബിംബങ്ങളുടെ എണ്ണം? രണ്ട് സമതല ദർപ്പണങ്ങളെ അവയുടെ അരികുകൾ ചേർന്ന് വരത്തക്ക വിധത്തിൽ ക്രമീകരിക്കുമ്പോൾ ദർപ്പണങ്ങൾക്കിടയിലെ കോണുകളിൽ മാറ്റമനുസരിച്ചുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം മാറുന്നു എന്നിവിടെ പറയുന്നുണ്ട്. എന്താണ് തീറ്റ? സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവാണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ദർപ്പണത്തിലെ പ്രകാശം പതിക്കുന്ന കാര്യമാണ്. ഇനി എന്താണ്? രണ്ട് സമതല ദർപ്പണങ്ങൾ തന്നാൽ അവയിൽ ഉണ്ടാവുന്ന കോണിൻ്റെ അളവ്. അപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, പ്രതിബിംബങ്ങളുടെ എണ്ണം പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷനാണ് 360/θ-1. 360/θ-1. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് എപ്പോഴും നിങ്ങളെ കയ്യിൽ ഒരു നോട്ട് വെക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പഠിച്ച് പോകുന്ന പോയിന്റ്സ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കാൻ. പരീക്ഷയുടെ കുറച്ച് മുൻപെങ്കിലും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? പുസ്തകം എങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട്, പെട്ടെന്ന് എന്താ പറയുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരാനായിട്ട് ഒരു കുഞ്ഞു നോട്ട്ബുക്ക് കരുതുക. അതിൽ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? പ്രതിബിംബങ്ങളുടെ എണ്ണം എഴുതി വെച്ചോളൂ. പ്രതിബിംബങ്ങളുടെ എണ്ണം സമം 360/θ-1. ഇത് എന്ത് കാണാനാണ്? പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനാണ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ്. അപ്പോൾ തന്നിട്ടുണ്ടാവും. നോക്കൂ, താഴെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. നോക്കൂ, രണ്ട് സമതല ദർപ്പണങ്ങളുടെ അരികുകൾ 60 ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ ഇങ്ങനെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തീറ്റ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കാണുക? പ്രതിബിംബങ്ങളുടെ എണ്ണം സമം 360/θ-1. അപ്പോൾ എന്ത് ചെയ്യുക? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക തീറ്റയിൽ. അപ്പോൾ 360/60 - 1 എന്താ വരിക? 0 0 ക്യാൻസൽ ആയല്ലേ? 306 36/6, 36 6 പ്രാവശ്യം 6 - 1 5 എന്ന് കിട്ടിയോ? അതുപോലെ അടുത്തൊരു പോയിന്റ് ഇതാണ്. വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടിയ ദർപ്പണം കോൺവെക്സ് ആണ്. വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടിയ ദർപ്പണം കോൺവെക്സ് ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അടുത്തത്, വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ പ്രതിബിംബത്തിന്റെ സ്ഥാനവും സവിശേഷതകളും. നോക്കൂ, സമതല ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം, 3 ദർപ്പണങ്ങൾ തന്നിട്ടുണ്ട്. സമതല ദർപ്പണം തന്നിട്ടുണ്ട്, കോൺവെക്സ് തന്നിട്ടുണ്ട്, കോൺകേവ് ദർപ്പണം തന്നിട്ടുണ്ട്. ഇനി അതിലുണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കും, പ്രതിബിംബം എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് മാത്രം പോകട്ടെ. പഠിക്കാത്ത ആളുകൾ, ഇതുവരെ പഠിക്കാത്ത ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ കാര്യങ്ങൾ റീഡ് ചെയ്ത് പോവുക. ഒരു 2 വട്ടമെങ്കിലും ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. അത്ര ഇപ്പോൾ ഒരു വീഡിയോ എന്ന് പറയുന്നത് 1 മണിക്കൂറിൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് 2x സ്പീഡിലോ, ഓക്കെ, ഒരുപാട് സ്ലോ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ 2x സ്പീഡിലിടുക, അല്ലെങ്കിൽ 1.5x സ്പീഡിൽ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് അത്രയും സമയം ലാഭമായി കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി നോക്കൂ, സമതല ദർപ്പണം. സമതല ദർപ്പണത്തിൽ എന്താ തന്നിരിക്കുന്നത്? ദർപ്പണത്തിൽ നിന്നും വസ്തു ഒന്ന് സങ്കല്പിക്കണേ. നമ്മുടെ ഫ്രണ്ടിലൊരു ദർപ്പണമുണ്ട്, നമ്മൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, കുറച്ച് അകലെ മാറി നിൽക്കുകയാണ്. ഇനി നോക്കൂ, ആ വസ്തു നമ്മളാണെന്ന് സങ്കല്പിക്കുക. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യ അകലത്തിൽ ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നു. നമ്മൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിബിംബം എവിടെ ഉണ്ടാവും? കണ്ണാടിക്കകത്തുണ്ടാവും അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യ അകലത്തിൽ ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നു. ഇത് മിഥ്യയും നിവർന്നതും വസ്തുവിൻ്റെ അതേ വലുപ്പത്തിലുമായിരിക്കും. ശരിയല്ലേ? നമ്മൾ നോക്കുന്ന കണ്ണാടി അല്ലെങ്കിൽ ആ ദർപ്പണം സമതല ദർപ്പണമാണ്. നമ്മൾ നോക്കുന്ന കണ്ണാടി എന്താണ്? സമതല ദർപ്പണമാണ്. അപ്പോൾ അതിലുണ്ടാവുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് എന്താണ്? മിഥ്യയാണ്. എന്നാൽ നിവർന്നതാണ്, അതേ വലുപ്പത്തിലുള്ളതാണ്. ശരിയല്ലേ? നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഉയരം കുറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയരം കൂടിയതോ ആയിട്ടുള്ള പ്രതിബിംബമാണോ നമ്മൾ കാണുന്നത്? അല്ല. അപ്പം എന്താണ്? സമതല ദർപ്പണത്തിൽ മിഥ്യയും നിവർന്നതും വസ്തുവിൻ്റെ അതേ വലുപ്പത്തിലുമുള്ള പ്രതിബിംബമായിരിക്കും രൂപപ്പെടുക എന്നുള്ളതാണെങ്കിൽ അത് സമതല ദർപ്പണമായിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത കോൺവെക്സ് ആണ്. കോൺവെക്സിൻ്റെ നോക്കൂ, മുഖ്യ ഫോക്കസിനും പോളിനും, നോക്കൂ, ഫോക്കസ്, പോള്, സെൻറ്റർ എന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യാം? നമ്മൾ ഇതിന് മുന്നേ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പ്രകാശീയ ഗോളീയ ദർപ്പണത്തിനോ പ്രകാശത്തിൻ്റെ പ്രതിപതനം ഗോളീയ ദർപ്പണം, അങ്ങനെ ഏതൊരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ട ശേഷം നിങ്ങൾ ഈ ഒരു ക്ലാസ്സൊക്കെ കാണാനായിട്ട് ശ്രമിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ.
അപ്പം നമ്മൾ കോൺവെക്സ് ദർപ്പണം എന്താണെന്നാണ് പറയുന്നത്. കോൺവെക്സ് ദർപ്പണത്തിൽ മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ പ്രതിബിംബം രൂപപ്പെടുന്നു. ഇത് ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. അപ്പം അല്ലെങ്കിൽ ഇത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റിയ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. എന്താ ചെയ്യേണ്ടത്? മുഖ്യ ഫോക്കസിന് പോളിനും ഇടയിൽ പ്രതിബിംബം രൂപപ്പെടുന്നു. ഇത് ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും, പിന്നെന്തായിരിക്കും? ചെറുതായിരിക്കും. കോൺവെക്സ് ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? ചെറുതായിരിക്കും എന്നങ്ങ് പഠിച്ചു വയ്ക്കുക. അടുത്തത് കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണത്തിലാണ് ഒരുപാട് എന്താ പറയുക കോംപ്ലിക്കേഷൻസ് ഉള്ളത്. എന്താണ്? പല സ്ഥലത്തായിരിക്കും പ്രതിബിംബം രൂപപ്പെടുക. നോക്കാം. വസ്തുവിൻ്റെ സ്ഥാനം അനന്തതയിലാണെങ്കിൽ പ്രതിബിംബം എഫിലായിരിക്കും. വസ്തുവിൻ്റെ സ്ഥാനം അനന്തതയിലാണെങ്കിൽ പ്രതിബിംബം എഫിലായിരിക്കും. വസ്തുവിൻ്റെ സ്ഥാനം സിക്ക് അപ്പുറമാണെങ്കിൽ പ്രതിബിംബം സിക്കും എഫിനും ഇടയിലായിരിക്കും. വസ്തുവിൻ്റെ സ്ഥാനം സിയിലാണെങ്കിൽ പ്രതിബിംബം ഏതിലായിരിക്കും? സിയിൽ തന്നെ രൂപപ്പെടുന്നു. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് വസ്തുവിൻ്റെ സ്ഥാനം എന്നുണ്ടെങ്കിൽ പ്രതിബിംബം എവിടെ തന്നെയായിരിക്കും? സിയിൽ തന്നെയായിരിക്കും. ഇനി സിക്കും എഫിനും ഇടയിലാണ് വസ്തുവിൻ്റെ സ്ഥാനം എന്നുണ്ടെങ്കിൽ സിക്ക് അപ്പുറമാണ് രൂപപ്പെടുക. സിക്ക് അപ്പുറമാണ് എന്ത് രൂപപ്പെടുക? പ്രതിബിംബം രൂപപ്പെടുക. പിന്നെ വസ്തു ഫോക്കസിലാണെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്നില്ല. വസ്തു എഫിനും പിക്കും ഇടയിലാണെങ്കിൽ ദർപ്പണത്തിന് പുറകിലാണ് പ്രതിബിംബം രൂപപ്പെടുക. എന്ന് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതൊരു 2-3 പ്രാവശ്യം ഒന്ന് റീഡ് ചെയ്ത് നോക്കണേ. ഓക്കെ, ഇനി നോക്കാം. പ്രതിബിംബം എഫിലാണെങ്കിൽ ചെറുതും തലകീഴായതുമായ യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. ചെറുതായിരിക്കും, തലകീഴായതായിരിക്കും, യഥാർത്ഥമായിരിക്കും. അടുത്തത് പ്രതിബിംബം സിക്കും എഫിനും ഇടയിലാണെങ്കിൽ ചെറുതും തലകീഴായതും യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. അടുത്ത സിയിൽ തന്നെ രൂപപ്പെടുന്ന പ്രതിബിംബമാണെങ്കിലോ വസ്തുവിൻ്റെ വലിപ്പത്തിന് തുല്യവും തലകീഴായതുമായ യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. അടുത്ത സിക്ക് അപ്പുറമാണെങ്കിലോ വലുതും തലകീഴായതുമായ യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. അപ്പോൾ സിയിലാണെങ്കിൽ സിക്ക് അപ്പുറമാണെങ്കിൽ വലുതും അതുപോലെ തലകീഴായതായിരിക്കും, യഥാർത്ഥമായിരിക്കും. ഇനി പ്രതിബിംബം രൂപപ്പെടുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല. അടുത്തത് ദർപ്പണത്തിന് പുറകിലാണെങ്കിൽ വലുതും നിവർന്നതുമായ മിഥ്യാപ്രതിബിംബമായിരിക്കും. ഓക്കെ, അപ്പോൾ ദർപ്പണത്തിന് പുറകിലാണെങ്കിൽ മാത്രമാണ് മിഥ്യാപ്രതിബിംബം. ഏതിൻ്റെ കേസിൽ? നമ്മുടെ കോൺകേവിൻ്റെ കേസിൽ. ഓക്കെ, ക്ലിയർ ആണോ? ബാക്കിയെല്ലാം, അതായത് കോൺകേവിൽ മാക്സിമം എന്താണ്? യഥാർത്ഥ പ്രതിബിംബമാണ്. എന്നാൽ കോൺവെക്സിലും സമതല ദർപ്പണത്തിലും എന്തല്ല? യഥാർത്ഥ പ്രതിബിംബമല്ല, മിഥ്യയായിട്ടുള്ള പ്രതിബിംബമാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് നോക്കൂ. ഒരു ദർപ്പണ സമവാക്യമാണ്. നോട്ട് ചെയ്തോളൂ. 1/f = 1/v + 1/v ആണ്. 1/f = 1/u + 1/v പഠിച്ചു വയ്ക്കുക. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസ് ദൂരമാണ്. യു എന്ന് പറഞ്ഞാൽ ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം. വി എന്ന് പറഞ്ഞാൽ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ്. ഓക്കെ, ഇത് നോട്ട് ചെയ്തോളൂ. എന്തായാലും ഇതിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ തന്നിട്ട് ചെയ്യാനായിട്ട് പറയും. ദർപ്പണ സമവാക്യം 1/f = 1/u + 1/v ആണ്. ഓക്കെ, അടുത്തത് ആവർധനം m = hi/h0 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് ആവർധനം. വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർധനം എന്ന് പറയുന്നത്. എന്താണ് ആവർധനം? ഒരു വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് എന്ത്? ആവർധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവർധനം കാണാനുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. hi/h0 = -v/u. ഇതൊരു ഇക്വേഷനാണ്. അതൊന്ന് റൗണ്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു ബോക്സ് ഒക്കെ വരച്ച് വെക്കുക. hi/h0 = -v/u ആണ്. ഓക്കെ, വി എന്താണ്, യു എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അത് തന്നെയാണ് വിയും യു എന്താണ്? ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം. വി എന്താണ്? ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. അപ്പം hi എന്താണ്? പ്രതിബിംബത്തിൻ്റെ ഉയരമാണ് h0 എന്താണ്? വസ്തുവിൻ്റെ ഉയരമാണ് h0. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ഇനി ആവർത്തനം ഒന്നായാൽ, നമുക്ക് കിട്ടുന്ന ആൻസർ ആവർത്തനം ഒന്നായാൽ വസ്തുവിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. ആവർത്തനം ഒന്നായാൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. നമ്മൾ പറഞ്ഞു ആവർത്തനം എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം എന്ന് പറഞ്ഞു. അപ്പോൾ ആവർത്തനം 1 എന്ന ആൻസർ വന്നാൽ എന്തായിരിക്കും? വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. ഇനി ആവർത്തനം 1-ൽ കുറവായാൽ പ്രതിബിംബം ചെറുതായിരിക്കും. ആവർത്തനം 1-ൽ കുറവായാൽ ചെറുതായിരിക്കും. ആവർത്തനം 1-ൽ കൂടിയാലോ പ്രതിബിംബം വലുതായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എല്ലായ്പ്പോഴും ചെറുതും നിവർന്നതുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. നമ്മൾ പറഞ്ഞു കോൺവെക്സ് ദർപ്പണത്തിൽ എപ്പോഴും പ്രതിബിംബം എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും. എന്തായിരിക്കും? ചെറുതായിരിക്കും, നിവർന്നതായിരിക്കും. ഇനി കോൺകേവിലാണെങ്കിലോ പൊതുവെ യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം എന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? ശരിയല്ലേ? അപ്പം നമ്മൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. 10ാം ക്ലാസ്സിലെ തന്നെ 5ാമത്തെ പാഠം പ്രകാശത്തിൻ്റെ അപവർത്തനം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അപവർത്തനം എന്താണ് അല്ലേ? വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിനുണ്ടാവുന്ന വ്യതിയാനമാണ് അല്ലേ? പ്രകാശത്തിൻ്റെ ദിശയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശത്തിൻ്റെ വേഗത എന്താണെന്ന് തന്നിട്ടുണ്ട്. ഒരു ടേബിൾ തന്നിട്ടില്ലേ? വായു, ജലം, ഗ്ലാസ്, വജ്രം. നോക്കൂ, ഇതിൽ ഇതേപോലെ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണേ. വായു അഥവാ ശൂന്യത, ജലം, ഗ്ലാസ്, വജ്രം. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ പ്രകാശത്തിന് വേഗത കൂടുതൽ ഏതിലായിരിക്കും? വായുവിലായിരിക്കും, അല്ലെങ്കിൽ ശൂന്യതയിലായിരിക്കും അല്ലേ? അത് കഴിഞ്ഞിട്ട് ജലത്തിലായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഗ്ലാസ്സിലായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും വജ്രത്തിൽ. അപ്പോൾ വജ്രത്തിൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താണ് വേഗത കുറവായിരിക്കും അല്ലേ? മറ്റുള്ളവയെ അപേക്ഷിച്ച് വേഗത കുറവായിരിക്കും. എന്തിന്? വജ്രത്തിന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നോക്കാം. ഇനി അതിൻ്റെ പ്രകാശപ്രവേഗം എങ്ങനെയാണ് തന്നിരിക്കണമെന്ന് നോക്കാം. വായുവിലെ പ്രകാശപ്രവേഗം 3x10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3x10⁸ മീറ്റർ പെർ സെക്കൻഡ്. ജലത്തിലാണെങ്കിൽ 2.4 ഇങ്ങനെ പഠിച്ചു വെച്ചോളൂ. ജലത്തിലാണെങ്കിൽ 2.4 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. ഗ്ലാസ്സിലാണെങ്കിലോ 2 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വജ്രത്തിലാണെങ്കിലോ 1.4 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, കിട്ടിയല്ലോ. നമുക്ക് ആൻസർ കിട്ടണം, പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പഠിച്ചു വയ്ക്കാം. നമുക്ക് അടുത്തത് പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവാണ് പ്രകാശ സാന്ദ്രത. പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവാണ് പ്രകാശ സാന്ദ്രത. അമ്പെയ്ത് മീൻ പിടിക്കാൻ സഹായകരമായ പ്രതിഭാസമാണ് അപവർത്തനം. ജലത്തിൽ താഴ്ത്തിവെച്ച പെൻസിൽ വളഞ്ഞതായി തോന്നാൻ കാരണം അപവർത്തനമാണ്. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അപ്പോൾ നോട്ട് ചെയ്യുക. ജലത്തിൽ താഴ്ത്തിവെച്ച പെൻസിൽ വളഞ്ഞതായി തോന്നാൻ കാരണം എന്താണ്? അപവർത്തനമാണ്. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെ പ്രകാശവേഗം കുറയുന്നു. പ്രകാശത്തിൻ്റെ സാന്ദ്രത കൂടിയാൽ എന്ത് കുറയുന്നു? പ്രകാശവേഗം കുറയുന്നു. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമമാണ് വജ്രം. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം ഏതാണ്? ശൂന്യതയാണ്. ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുന്നത്. അപ്പം പ്രകാശം ചരിഞ്ഞു പതിക്കുകയാണെങ്കിലാണ് എന്തുണ്ടാവുക? അപവർത്തനം ഉണ്ടാവുക. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയതിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. നോക്കൂ, നമ്മൾ ഒരു ജലോപരിതലം സങ്കല്പിക്കാം. അതിൽ ലംബം ഒന്ന് വരച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ട? പ്രകാശം ചരിഞ്ഞ് അങ്ങോട്ട് പതിക്കുകയാണ്, വായുവിൽ നിന്ന് ജലത്തിലോട്ട് പതിക്കുകയാണ്. അപ്പോൾ പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയതിലേക്ക്, സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക്. സാന്ദ്രത കുറഞ്ഞ എന്താണ്? വായുവാണ്. കൂടിയത് ജലമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് തന്നിട്ടുണ്ട്, വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്. അങ്ങനെ പോകുമ്പോൾ അപവർത്തന രശ്മി, ഒരു ലംബം നമ്മൾ വരച്ചല്ലോ, ഈ അപവർത്തനം സംഭവിക്കുന്നില്ലേ? അവിടെ എന്താ പറയുക, രശ്മി പ്രകാശം എങ്ങോട്ട് പതിക്കുന്ന? ഗ്ലാസ്സിലോട്ട് പതിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഡയറക്ഷനിൽ അതിന് അപവർത്തനം സംഭവിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ അപവർത്തനം സംഭവിക്കുന്നു. പക്ഷേ ഈ അപവർത്തന രശ്മി എന്ന് പറയുന്നത് ലംബത്തോട് അടുക്കുന്നു. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക, അപ്പം നമുക്ക് മറ്റേത് കിട്ടും. അടുത്തത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക്, അതായത് ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പ്രകാശം പോവുകയാണെങ്കിൽ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിട്ടാൽ മതിയേ. നോക്കൂ, നമ്മൾ ദർപ്പണം പഠിച്ചു അല്ലേ? ദർപ്പണത്തിന് നേരെ ഓപ്പോസിറ്റാണ് ലെൻസിലൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവും. നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബർ അഥവാ പ്രകാശിക നാരുകൾ നിർമ്മിച്ചതിന് ശേഷം ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് മെഡിക്കൽ രംഗത്ത് ഏത് ഉപകരണം നിർമ്മിക്കാനാണ് എന്ന് ചോദിച്ചാൽ എൻഡോസ്കോപ്പ് നിർമ്മിക്കാനാണ്.
ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മിച്ചതിന് ശേഷം ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് മെഡിക്കൽ രംഗത്ത് ഏത് ഉപകരണം നിർമ്മിക്കാനാണ് എന്ന് ചോദിച്ചാൽ എൻഡോസ്കോപ്പ് നിർമ്മിക്കാനാണ്. OFC എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഉപയോഗങ്ങൾ രോഗനിർണയം, ശരീരത്തിൽ മരുന്നിൻ്റെ പ്രവർത്തനം അറിയാൻ, വാർത്താവിനിമയ രംഗത്ത് ഒക്കെ എന്താണ് ഉപയോഗിച്ചത്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. അടുത്തത് ഒരു ലെൻസിൻ്റെ മധ്യബിന്ദു. ഒരു ലെൻസ് എടുത്തു, അതിൻ്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം അഥവാ ഒപ്റ്റിക് സെൻറ്റർ. ലെൻസിൻ്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രമാണ് ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം. ഒരു ലെൻസിൻ്റെ 2 വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് മുഖ്യാക്ഷം. കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യാക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിനു ശേഷം മുഖ്യാക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദു അറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്നാണ്. കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. നോട്ട് ചെയ്യുക. കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപം സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു. ഈ രശ്മികൾ പതനരശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും പുറപ്പെടുന്നതായി തോന്നുന്നു. ഈ ബിന്ദു അറിയപ്പെടുന്നത് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. അടുത്ത ലെൻസിലൂടെ പ്രകാശരശ്മികൾ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ. ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. മുഖ്യാക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യാക്ഷത്തിന് സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അതേ വശത്തുള്ള ഫോക്കസിൽ നിന്നും പോകുന്നതായി തോന്നുന്നു. മുഖ്യ ഫോക്കസിലൂടെ കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആയിരിക്കും. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്നത് നോട്ട് ചെയ്യുക. എന്നിട്ട് അതെങ്കിലും പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. അതെങ്കിലും ഇമ്പോർട്ടൻ്റ് നൽകി പഠിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് കിട്ടിയില്ലെങ്കിൽ അതങ്ങ് വിടുക, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവ് ആയിരിക്കും. നോക്കാൻ ലെൻസിൻ്റെ സമവാക്യം നേരത്തെ നമ്മൾ ദർപ്പണത്തിൻ്റെ സമവാക്യം പഠിച്ചതുപോലെ തന്നെയാണ്. ലെൻസിൻ്റെ സമവാക്യം 1/f = 1/v - 1/u. 1/v - 1/u ആണ് ലെൻസിൻ്റെ സമവാക്യം. എഫ് അറിയാം, ഫോക്കസ് ദൂരമാണ്. വി അറിയാം, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലം. യു എന്താണ്? പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം. നമുക്ക് ഇതിൽ കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ സവിശേഷതയാണ് തന്നിരിക്കുന്നത്. ഞാൻ അത് വായിക്കുന്നില്ല. ഓക്കെ, അടുത്തത് വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ആവർത്തനം നെഗറ്റീവ് സൂചിപ്പിക്കുന്നത് പ്രതിബിംബം തലകീഴായതും യഥാർത്ഥവുമായിരിക്കും. പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണെങ്കിൽ ആവർത്തനം നെഗറ്റീവ് ആയിരിക്കും. ആവർത്തനം പോസിറ്റീവ് സൂചിപ്പിക്കുന്നത് പ്രതിബിംബം മിഥ്യയും നിവർന്നതും ആയിരിക്കും. ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമം ലെൻസിൻ്റെ പവറാണ്. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമം ലെൻസിൻ്റെ പവറാണ്. പവർ P = 1/f. നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ടത് പവർ P = 1/f. ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ്. ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം അപവർത്തനമാണ്. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം എന്താണ്? അപവർത്തനമാണ്. അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠമാണ്. ഊർജ്ജ പരിപാലനം. ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ചാപ്റ്ററാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് PYQ ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കാം. ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഇന്ധനങ്ങളുടെ പൂർണ്ണ ജ്വലനം വഴി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് താപം, പ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, നീരാവി എന്നിവ. ഇന്ധനങ്ങളുടെ ബാഹിക ജ്വലനം വഴി ഉണ്ടാകുന്ന വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽപ്പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായ ഇന്ധനങ്ങൾ അറിയപ്പെടുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾ കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കൽക്കരി. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബൺ. അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ 4ആയി തരംതിരിച്ചിരിക്കുന്നു: പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോള്, ആന്ത്രസൈറ്റ്.
ഏതൊക്കെയാണ്? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോള്, ആന്ത്രാസൈറ്റ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോള്, ആന്ത്രാസൈറ്റ്. അടുത്തത്, കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അമോണിയം, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ. ഇനി അടുത്തത് നോക്കാം, CNG. എന്താണ് CNG? ഇതൊക്കെ നോട്ട് ചെയ്തോളൂ കേട്ടോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് CNG. LNG എന്താണ്? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. LPG എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. അപ്പോൾ CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. CNG LNG നിർമ്മിക്കുന്നത് പ്രകൃതിവാതകത്തിൽ നിന്നാണ്. CNGയും LNGയും നിർമ്മിക്കുന്നത് പ്രകൃതിവാതകത്തിൽ നിന്ന്. പ്രകൃതിവാതകങ്ങളിലെ മുഖ്യ ഘടകമാണ് മീഥേൻ. പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് LPG. പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് LPG. ഗാർഹിക LPGയിലെ വാതക ചോർച്ച തിരിച്ചറിയാനായി ചേർക്കുന്നത് ഈഥൈൽ മെർക്യാപ്റ്റനാണ്. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി ചേർക്കുന്നതാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടേൻ ആണ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടേൻ ആണ്. PYQ ആണ്. LPGയുടെ മണം അനുഭവപ്പെടുമ്പോൾ ഏകദേശം എത്ര ശതമാനം LPG അന്തരീക്ഷത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം? 3%. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. LPG വാതകമാകുമ്പോൾ ആ വാതകത്തിന്റെ സിലിണ്ടറിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായി വളർന്ന് ഉഗ്രസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ബ്ലവി എന്നാണ്. ബ്ലവിയുടെ ഫുൾ ഫോം എന്താണ്? BLEVE. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നാണ് ബ്ലവിയുടെ ഫുൾ ഫോം. അത് നോക്കാം, സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് ബയോമാസ് അഥവാ ജൈവാവശിഷ്ടങ്ങൾ. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് ബയോമാസ് അഥവാ ജൈവാവശിഷ്ടങ്ങൾ. ബയോമാസിന് ഉദാഹരണമാണ് വിറക്, ചാണകവരളി. ബയോഗ്യാസ് ഉണ്ടാകുന്നത് ഓക്സിജന്റെ അഭാവത്തിലാണ്. ബയോഗ്യാസിന്റെ പ്രധാന ഘടകമാണ് മീഥേൻ കാർബൺ ഡയോക്സൈഡ്. ബയോഗ്യാസിന്റെ പ്രധാന ഘടകം മീഥേൻ കാർബൺ ഡയോക്സൈഡ്. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് കലോറിക മൂല്യം. എന്താണ് ഒരു കലോറിക് മൂല്യം എന്ന് പറഞ്ഞാൽ? 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് കലോറിക് മൂല്യം. നോട്ട് ചെയ്യുക. കലോറിക് മൂല്യത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കലോറിക് മൂല്യത്തിന്റെ യൂണിറ്റ്. അടുത്തത് കുറച്ച് ഇന്ധനങ്ങളുടെ കലോറിക മൂല്യമാണ് തന്നിരിക്കുന്നത്. അതിൽ ഹൈഡ്രജൻ്റെ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹൈഡ്രജൻ്റെ എത്രയാണ്? 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. LPG നോക്കാം കേട്ടോ, 55,000 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, നോക്കാം. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജൻ ആണ്. നോട്ട് ചെയ്യുക. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ്. ഗാർഹിക ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം സ്ഫോടന സാധ്യത ഉള്ളതിനാൽ. നോട്ട് ചെയ്യാം. വിതരണത്തിന് വേണ്ടി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് പവർ സ്റ്റേഷനുകൾ. ഉയരത്തിൽ കെട്ടിനിർത്തിയ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകൾ അറിയപ്പെടുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന് ഉദാഹരണമാണ് പള്ളിവാസൽ, മൂലമറ്റം എന്നിവ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉദാഹരണം പള്ളിവാസൽ, മൂലമറ്റം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായി മാറുന്നു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. തെർമൽ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നിവ. തെർമൽ പവർ സ്റ്റേഷൻ ഉദാഹരണമാണ് നെയ്വേലി, കായംകുളം എന്നിവ തെർമൽ പവർ സ്റ്റേഷൻ ഉദാഹരണങ്ങളാണ്. തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന രാസമാറ്റം രാസോർജ്ജം താപോർജ്ജമായും യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായും മാറുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ. PN സന്ധി ഡയോഡിന് ഉദാഹരണം സോളാർ സെല്ലാണ്. PN സന്ധി ഡയോഡിന് ഉദാഹരണമാണ് സോളാർ സെൽ. സോളാർ സെൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സിലിക്കണാണ്. PN സന്ധി ഡയോഡിന്റെ N ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ P ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹം വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം.
ഹരിത ഊർജം ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ 2018 പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ്. സൗരോർജത്തിൽ നിന്ന് നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ എന്നിവ. സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റാണ് സോളാർ തെർമൽ പവർ പ്ലാന്റ്. സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടറാണ് കോൺകേവ് റിഫ്ലക്ടർ. ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. കാറ്റിൽ നിന്നും 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായി വരുന്ന സ്ഥലമാണ് ഏകദേശം 2 ഹെക്ടർ. കാറ്റിൽ നിന്ന് 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായി വരുന്ന സ്ഥലം 2 ഹെക്ടറാണ്. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. നോട്ട് ചെയ്യാം. കാറ്റുപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ 1-ാം സ്ഥാനം ജർമ്മനിയാണ്. നോട്ട് ചെയ്യാം. കാറ്റുപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5 ആണ്. 5 നോട്ട് ചെയ്തോളൂ. നമ്മുടെ രാജ്യത്തെ നോക്കാം, കുറേ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യണേ. നമ്മുടെ രാജ്യത്തെ കാറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഏകദേശം എത്ര മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? 45,000 മെഗാവാട്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണേ. 380 മെഗാവാട്ട്. കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ കഞ്ചിക്കോട്, രാമക്കൽമേട് എന്നിവ. നോട്ട് ചെയ്തോളൂ. കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ കഞ്ചിക്കോട്, രാമക്കൽമേട്. വേലിയേറ്റത്തിന് കാരണം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലമാണ്. നോട്ട് ചെയ്തോളൂ. വേലിയേറ്റത്തിന് കാരണം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം. കേരളത്തിൽ വേലിയേറ്റോർജം പ്രയോജനപ്പെടുത്താത്തതിന് കാരണം വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച 1 മീറ്ററിൽ കുറവായതുകൊണ്ട്. സമുദ്രത്തിൻ്റെ ഉപരിതലവും അടിത്തട്ടും തമ്മിലുള്ള താപവ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവർഷൻ പ്ലാന്റുകൾ. സമുദ്രോപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്റർ താഴെയുള്ള സമുദ്രജലത്തിലെ താപനിലയും തമ്മിലുള്ള വ്യത്യാസം 20 കെൽവിനിൽ കൂടുതലായിരിക്കും. ഭൂമിയുടെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഉരുകിയ അവസ്ഥയിലുള്ള മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്തുവരും. ഇത്തരം സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് ഹോട്ട്സ്പോട്ട് എന്നാണ്. അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയർ ഫിഷൻ. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. നോട്ട് ചെയ്തോളും. ഐൻസ്റ്റീൻ്റെ ഊർജ്ജ സമവാക്യം എന്താണ്? E=mc². എല്ലാവർക്കും അറിയാം അല്ലേ? അടുത്തത്, ദ്രവ്യം ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന സമവാക്യമാണ് -E=mc². m പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസ്, c പ്രകാശത്തിൻ്റെ വേഗത, 3×10⁸ മീറ്റർ/സെക്കൻഡ്. വായു, ജലം, പരിസരം എന്നിവിടങ്ങളിൽ ആണവ പദാർത്ഥങ്ങളിൽ വികിരണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന മലിനീകരണം അറിയപ്പെടുന്നത് ആണവ മലിനീകരണം. അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. നോട്ട് ചെയ്തോളൂ. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. നോക്കൂ, ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയം. ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾക്ക് ഉദാഹരണം താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം. താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം എന്നിവ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾക്ക് ഉദാഹരണമാണ്. നോട്ട് ചെയ്യാം. ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമായി മാറുന്നു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ആണവ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് കഴിക്കാൻ നൽകുന്ന ഗുളികയാണ് പൊട്ടാസ്യം അയഡൈഡ്. നോട്ട് ചെയ്തോളൂ. ആണവ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് കഴിക്കാൻ നൽകുന്ന ഗുളികയാണ് പൊട്ടാസ്യം അയഡൈഡ്. ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളുടെ ആഹാര പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കേണ്ട മുഖ്യ ഘടകം അയഡിനാണ്. ആഹാര പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കേണ്ടത് ഏതാണ്? മുഖ്യ ഘടകം അയഡിനാണ്. ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകൾ അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ എന്നിവ. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം. പ്രകൃതിയിൽ ഇണങ്ങുന്ന
ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം. ഹരിതോർജ്ജം എന്നറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്ലീൻ എനർജി. ക്ലീൻ എനർജിക്ക് ഉദാഹരണം സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാകുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജവും അറിയപ്പെടുന്നത് ബ്രൗൺ എനർജി എന്നാണ്. പ്രകാശത്തിൻ്റെ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR. എന്താണ് LDR? ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ ആണ് LDR. അങ്ങനെ നമ്മൾ ഈ ഒരു 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വേണ്ട പോയിൻറ്റ്സ് മാത്രമാണ് പറഞ്ഞു പോയത്. അപ്പോൾ ആ പോയിൻറ്റ്സ് മാത്രം നന്നായിട്ട് ഊന്നൽ നൽകി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാമിൽ കൊടുക്കും. അല്ലാത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് വായിച്ച് പഠിക്കാം. പിന്നെ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾ കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ 40 days ചലഞ്ച് എന്ന് പറയുന്ന കാര്യം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാൽ കഴിയുന്ന അത്രയും ഭാഗങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക്